ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മതായ എനിക്കിവിടെ പൈനാപ്പിളൊക്കെ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ്. ഞാൻ തേങ്ങ ദേ പൊട്ടിച്ച് എൻ്റെ തേങ്ങാവെള്ളമൊക്കെ പയ്യെ ഞാൻ കുടിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അതിനുശേഷം ആ തേങ്ങ ഞാൻ നല്ലപോലെ ചിരണ്ടി എടുക്കുന്നുണ്ട്. വേഗമാണ് ഞാൻ ആ തേങ്ങ ചിരണ്ടി എടുക്കുന്നത്. വേഗം ചിരണ്ടി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ വെച്ച് അതിലേക്ക് ഞാൻ ജീരകം, കറിവേപ്പില, പിന്നെ ആ തേങ്ങ ചിരണ്ടിയതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അമ്പൂസ് ഇതിലൂടെ വന്ന് ആ തേങ്ങയൊക്കെ പെറുക്കി തിന്നുന്നുണ്ട്. ഞാനപ്പോൾ അവനെ ഓടിച്ചു ആ തേങ്ങ തിന്നുന്നത് കണ്ടിട്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടത് അരച്ചെടുക്കുന്നത്. അവിടെ നോക്കിയാൽ കാണാം അമ്പാടി അവിടെ നിന്ന് തേങ്ങ തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവനെ വഴക്ക് പറയുന്നുണ്ട് ഇടയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ ആ ജാറൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് നോക്കി ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അത് കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് കടുക് നന്നായിട്ട് ചറപറ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് പൈനാപ്പിൾ നന്നായിട്ട് ഇളക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടത് ഒന്ന് അടച്ച് വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വീണ്ടും അതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. അതൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് കഴിയുമ്പം ആ പാൻ വീണ്ടും തുറന്ന് നോക്കി അതിനകത്തേക്ക് ആ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അരപ്പിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് അതങ്ങ് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വേണം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് അമ്പാടി ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. അത് വീണ്ടും നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് തൈരും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കണം. ഞാനും അമ്പൂസും കൂടി ഇവിടെ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അതൊന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്പൂസും പറഞ്ഞ് എനിക്കും തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവനും കൊടുത്ത് ലാസ്റ്റ് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.